ഇന്ന് മോദി ഷാ കൂട്ടുകെട്ട് പാർട്ടിയുടെ തലപ്പത്തെത്തിയതോടെ ഗുജറാത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ പാടെ തുടച്ചു നീക്കുന്ന സ്ഥിതിയാണ് കാണാനാവുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സൂററ്റിലൊക്കെ നമ്മൾ കണ്ടത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചയാളെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിക്കുന്നതും BJP സ്ഥാനാർത്ഥി എതിരാളികളില്ലാതെ ഏകപക്ഷീയമായി ജയിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു. ഗുജറാത്തി വധു എന്നർത്ഥം വരുന്ന ഗുജറാത്തി അഷ്മിത എന്ന പദ്ധതി ഉയർത്തിപ്പിടിച്ച് വോട്ട് നേടുന്ന മോദിയും അമിത്ഷായും ഇക്കുറിയും ഗുജറാത്ത് തൂത്തുവാരും എന്നതിൽ സംശയമേ വേണ്ട. എന്നാൽ അവർക്ക് ജുനഗഡിൽ ഒരു തിരിച്ചടിക്ക് നേരിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ ജനവിധി 2024 ലോക്സഭാ ഇലക്ഷൻ പ്രവചിക്കുന്നത് ഗുജറാത്തിൽ 26-ൽ 25 സീറ്റും BJP നേടുമെന്നാണ്. ഒരു സീറ്റ്, അതായത് ജുനഗഡ്, കോൺഗ്രസ് നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഗ്രൗണ്ട് സീറോയും ഏതാണ്ട് ആ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്.